ഈ ഇറങ്ങിയിരുന്ന വരവ് കണ്ടാൽ ഒട്ടുമിക്ക ജിമ്മന്മാർക്കും കാര്യം മനസ്സിലാവും. ഇതാണ് നമ്മുടെ ലെഗ് ഡേയുടെ അവസ്ഥ. ഒരു ദിവസത്തിൽ ഒരു മൂഞ്ചിയ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുന്നതിനെ. സോ പതിവ് പോലെ തന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞു. ഞാൻ കാപ്പി കുടിച്ചിട്ട് പോലും അവളതേ ഇതുവരെ കിടക്കപ്പായി എണ്ണീറ്റില്ല. അങ്ങനെ അവളെയും കുത്തിപ്പൊക്കി രാവിലത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ റെഡിയായി. രാവിലെ മുട്ടയും പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ബ്രെഡുമാണ് കഴിക്കാനെടുത്തത്. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം, അവളുടെ കാലൊന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറില്ല. വളരെ നല്ലൊരു കാലം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് മൈസൂരാണ്. അവിടെയും 3G. ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എയർ കൂളർ അവിടെയും ഇല്ല, അതും 3G. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്കൊരു കരിക്ക് ജ്യൂസ് വയ്ക്കുന്നൊരു ചെണ്ട കടയുണ്ട്. അവിടെ കയറി ഞാൻ ഒരു കരിക്ക് ജ്യൂസും അവളൊരു ബ്ലൂബെറിയും മേടിച്ചു. അവിടെയും 3G. നല്ല വിലയും. കരിക്ക് ജ്യൂസ് അങ്ങനെ എടുത്തു പറയാനൊന്നും ഇല്ലായിരുന്നു, അതും 3G. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് അക്ഷയയിലോട്ടാണ്. അക്ഷയ വന്നപ്പോൾ അവിടെയും തിരക്ക്, അതും 3G. പിന്നെ തൊട്ടടുത്ത് കാണുന്നൊരു കടയിൽ കയറി ഏത്തക്കായും മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. സമയം അപ്പോഴത്തേക്ക് 4 മണി 6. എനിക്ക് ജിമ്മിൽ പോകാൻ ടൈമായി. അപ്പോൾ നേരത്തെ ജിമ്മെത്തി. ഇന്നത്തെ ദിവസം പിന്നെ ലെഗ് ഡേ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കത്തില്ല ഞാൻ. അപ്പം ലെഗ് ഡേക്ക് ഒരു തീരുമാനമായി. അപ്പം ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.